വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ഒരു LGS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ GK ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അടുത്ത ദിവസം 30 ക്വസ്റ്റ്യനോളം സയൻസ് ഭാഗത്തു നിന്നുണ്ട്. അത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി എവിടെയാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്ന് നമുക്കറിയാം. എവിടെയാണ്? ദണ്ഡി കടപ്പുറത്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്നാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? 1930 മാർച്ച് മാസം 12-ാം തീയതിയാണ്. 1930 മാർച്ച് മാസം 12-ാം തീയതി അല്ലെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് നടത്തുകയാണ്? ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഇനി അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്നിട്ട് എവിടെ എത്തുകയാണ്? ദണ്ഡി കടപ്പുറത്ത് എത്തുകയാണ്. 24 ദിവസം. എത്ര അനുയായികളോട് കൂടിയിട്ടാണ് അദ്ദേഹം യാത്രയായത് എന്ന് ചോദിക്കുന്നുണ്ട്. 78 അനുയായികള്. 1930 ഏപ്രിൽ മാസം 5-ാം തീയതി അദ്ദേഹം അവിടെ എത്തുകയും ഏപ്രിൽ 6-ാം തീയതി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 6-ാം തീയതി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പൂനെയിലെ യർവാദ ജയിലിൽ അദ്ദേഹത്തെ അടയ്ക്കുകയാണ്. ഈ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ 1-2 കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ PSC പരീക്ഷകൾക്ക് പോകുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം ആണോ, അതിപ്പോ നമ്മൾ എഴുതാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS ആണ്. അപ്പൊ LGS എക്സാമുകളുമായിട്ട് LGS മോഡലുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത്, അതിൽ നിന്നും ഒരു 50 above ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ ബക്സാർ യുദ്ധവുമാണ്. ഈ 2 യുദ്ധങ്ങളാണ്. പ്ലാസി യുദ്ധം 1757 അല്ലെ. 1757 ജൂൺ മാസം 23-ാം തീയതി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പ്ലാസി യുദ്ധം. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ റോബർട്ട് ക്ലൈവ് നമ്മുടെ എന്താ പറയുന്നത് ഭരിക്കുമ്പോ, ബംഗാൾ ഭരിക്കുമ്പോഴാണ് എന്ത് നടന്നത്? പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിന്റെ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി 1764 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് എന്ത് നടന്നത്? ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആധിപത്യം എന്താ പറയാ ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ച യുദ്ധമായിട്ടുള്ള ബക്സർ യുദ്ധം നടന്നത്. ബക്സർ യുദ്ധത്തില് പോരാടിയത് ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായ ഷുജാ ഉദ്ദൗള തുടങ്ങിയവരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരും. 3-ാമത്തെ ചോദ്യം. യൂണിയൻ ലിസ്റ്റിൽ ഏതാണ് പെടുന്നത്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് സെൻസസ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? സെൻസസ് ആണ്. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ജാവലിൻ ത്രോ. അടുത്ത ചോദ്യം എന്താണ്? 5-ാമത്തത്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ട് ആണ് റൗലക്ട് ആക്ട്. ഏതാണ്? റൗലക്ട് ആക്ട്. അടുത്തത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ്. ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? എന്താണ്? ബനവാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിക്കുകയാണോ അദ്ദേഹം ചെയ്തത്? അല്ല, അതിനെതിരെ പട നയിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് തെറ്റാണ്. ഒളിപ്പോരിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പഴശ്ശിരാജയെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, 2ാമത് വന്നത് ഡച്ചുകാരാണ്, 3ാമത് വന്നത് ഇംഗ്ലീഷുകാരാണ്, 4ാമത് വന്നത് ഫ്രഞ്ചുകാരാണ്. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ എല്ലാവരും. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. അടുത്തത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ്. എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്ന്.
ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഭാഷകളാണ് അല്ലെ? ഭാഷകളാണ് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഭരണഘടന അംഗീകരിച്ച എത്ര ഭാഷകളുണ്ട്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര ഭാഷകൾ? 22 ഭാഷകളുണ്ട്. ആദ്യം 14 ഭാഷകളായിരുന്നു ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 15ാമത്തെ ഭാഷയായിട്ട് സിന്ധി എന്ന ഭാഷ ഉൾപ്പെടുത്തി. 15ാമതായിട്ട് സിന്ധി, പിന്നെ കൊങ്ങണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകൾ വന്നു. ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി ഭാഷകൾ വന്നു. അങ്ങനെ ധാരാളം ഭാഷകൾ ഉൾപ്പെടുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുള്ള ഏക വിദേശ ഭാഷ എന്ന് അറിയപ്പെടുന്നത് ഏത് ഭാഷയാണ്? നേപ്പാളി ഭാഷയാണ്. ഇത്രയൊക്കെ ഭാഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക്. അടുത്തത് നോക്കൂ, 12. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മസമാജമാണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. ഇനി അടുത്തത് കൃഷി വകുപ്പ് മന്ത്രി. ഇപ്പൊ നമുക്ക് വകുപ്പ് മന്ത്രികളെ കുറിച്ച് ഒന്നിപ്പോ തൽക്കാലം നമ്മൾ പഠിക്കേണ്ട, പുതിയത് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇത് മുമ്പത്തെയാണല്ലോ അല്ലെ. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചതാണ് അല്ലെ. പുന്നപ്ര വയലാർ സമരമാണ്. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ 17 അല്ലെ. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ്, അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 17 അല്ലെ. ഇനി അടുത്തത് എന്താ പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയിത്തവുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് 1955 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് ഭേദഗതി ചെയ്യുകയും ചെയ്തു എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്തത് പ്രാഥമിക മേഖലകളിൽ പെടാത്തത് ഏത്? പ്രാഥമിക മേഖലയിൽ എന്ത് പെടില്ല? വ്യവസായം പെടില്ല. എന്ത് പെടില്ല? വ്യവസായം പെടില്ല. കൃഷി, മത്സ്യബന്ധനം, ഖനനം അതൊക്കെ പ്രാഥമിക മേഖലയിൽ പഠനതാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പദ്ധതി ഏത്? 20 ദിന പരിപാടി. നമ്മള് 5 വത്സര പദ്ധതികൾ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം എന്താണ്? 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏതാണ് ഇന്ത്യയുടെ സ്ഥാനം? അന്ന് 132 ആയിരുന്നു. ഏറ്റവും പുതിയ HDI ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയട്ടെ. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ഏതാണ്? ശരി 21ാമത്തെ ചോദ്യത്തിലെ ശരി ഏതാണ് എന്നാ ചോദിക്കുന്നത് കേട്ടോ. കുറഞ്ഞ മൂലധനം, ചെറുകിട വ്യവസായമാകുമ്പോൾ കുറഞ്ഞ മൂലധനം മതി. പരിസ്ഥിതി സൗഹാർദ്ദമാവും. കഴിഞ്ഞ ദിവസം SCERT പാഠഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. ഇക്കണോമിക്സിന്റെ പാഠഭാഗത്ത് ഇത് പഠിച്ചു തന്നതാണ്. ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരില്ല അല്ലെ. അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ഇതൊക്കെ തന്നെ ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ 1948 ഡോക്ടർ S രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ചു. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ്. തൃതീയ മേഖല, അപ്പൊ നേരത്തെ പ്രാഥമിക മേഖല പറഞ്ഞു. ഇനി ഇതേ വീണ്ടും അതേ ചോദ്യം തന്നെ, ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ചോദ്യം വരികയാണ്. തൃതീയ മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? സേവന മേഖലയാണ് അല്ലെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അങ്ങനെ 3 മേഖലകളാണ്. പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം എന്താണ്?
ഏതാണ്? കൃഷിയാണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം ഏതാണ്? വ്യവസായമാണ്. ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം വ്യവസായമാണ്. ഇനി തൃതീയ മേഖല എന്താണ്? സേവന മേഖലയാണ്. സേവന മേഖലയിലെ പ്രധാന ഘടകം ഏതാണ്? മനുഷ്യശക്തിയാണ്. ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? മനുഷ്യശക്തിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്ത മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? പഠിപ്പിച്ചു തന്നിട്ട് ടീച്ചർ, ഉടുമ്പൻചോല താലൂക്കിലാണ്. അടുത്ത ചോദ്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? SCRT പാഠഭാഗങ്ങളും ഹോട്ട് ടോപ്പിക്സും പഠിക്കണേന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം എന്താ? 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? എന്താ നടന്നേ? കവളപ്പാറയില് ഉരുൾപൊട്ടലാണ് നടന്നത്. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം, പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം ആരാണ്? MD വത്സമ്മയാണ്. അടുത്ത് നോക്കൂ, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? കോതമംഗലം താലൂക്കിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ശുചിത്വ സാഗരമാണ് അല്ലെ. അപ്പൊ തീരപ്രദേശങ്ങളിൽ എന്ത്? പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത 32ാമത്തെ ചോദ്യം എന്താണ്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? അതും എറണാകുളം ജില്ലയാണ്. അടുത്ത ചോദ്യം ഏതാണ്? 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? അറിയോ നിങ്ങൾക്ക്? ഇടി മിന്നലാണ്. ജലാശയങ്ങൾ മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുക്കും നവകേരളം. എന്താണ്? തെളിനീരൊഴുക്കും നവകേരളം ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് കായലിലാണ്? എവിടെയാണ്? ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ദാമൻ. SCRT പാഠപുസ്തകത്തില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞിട്ടുള്ളതാണ് ഇത്. അതായത് തീരം എന്ന് പറഞ്ഞിട്ടുള്ള, തീരദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അതും ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൽ നിന്നാണ് അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര ട്ടോ. അടുത്ത ചോദ്യം, 2011 ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം 2011 സെൻസസ് അനുസരിച്ച് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. 2011 അനുസരിച്ച് ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അടുത്തത് ഇനി പുതിയ സെൻസസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് അത് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അടുത്തത് 42ാമത്തെ ചോദ്യം, 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? 2014 ജൂൺ 2. ഏതാ മക്കളെ? തെലുങ്കാന. ഏതാ? തെലുങ്കാന. അടുത്ത നോക്കൂ, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി ഏത് രാജ്യത്തിനാണ്? ബംഗ്ലാദേശിനാണ്. അടുത്ത ചോദ്യം, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം ഏതാണ്? വിസരണമാണ്. ഏത് മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ്? 100. 100 എന്തിന്റെ ആറ്റോമിക് നമ്പർ ആണ്? ഫെർമിയം. എന്തിന്റെയാണ്? ഫെർമിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 100. അടുത്തത് 46ാമത്തെ, ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? 46ാമത്തെ ചോദ്യം ഏതാണ്? USA-യുടെയാണ്. അടുത്ത, ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്.
നോക്കൂ, 1956 കമ്പനീസ് ആക്ട്. ശരിയാണ്, അത് രജിസ്റ്റർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഏത് ബാങ്ക്. ഇതിൽ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര സ്ഥാപനമാണ് സിഡ്ബി. തെറ്റാണ്. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ വകയിൽ പെടുന്നു. അപ്പൊ അത് ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. ഇനി 49ാമത്തെ ചോദ്യം ഏതാണ്? 49ാമത്തെ ചോദ്യം 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലിയാണ്. ഏതാണ്? ചിലിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാനഡ, മെക്സിക്കോ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ, ഈ 3 രാജ്യങ്ങളിലാണ് 2026 എന്ത് നടക്കുന്നത്? ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചു വെക്കണം. അടുത്തത് 50ാമത്തെ ചോദ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ഷിൻഡോയിസം. ഏതാണ്? ഷിൻഡോയിസം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരി രാഗം. ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ പുസ്തകമാണ് ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം. അടുത്തത് മുതല് നമ്മുടെ സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യം നമ്മൾ പഠിക്കും. അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിച്ചത്. ഈ പഠിച്ചതിൽ നിന്നും എത്രയും അധികം ചോദ്യങ്ങളാണ് ടീച്ചർ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന SCRT പാഠഭാഗങ്ങളിൽ നിന്നും ഹോട്ട് ടോപ്പിക്സുകളിൽ നിന്നും ഉള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ കണ്ട 3/4 ഭാഗം 50 ക്വസ്റ്റ്യൻസിലെ ഒരു 25 ക്വസ്റ്റ്യൻസിലധികം നമ്മൾ പഠിച്ചു തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളത് കറണ്ട് അഫയേഴ്സിലും ഒക്കെ കാണുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോ ഹോട്ട് ടോപ്പിക്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയാ, നിങ്ങൾ അത് അല്ലെങ്കിൽ SCRTയുടെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വരുന്ന LGS എക്സാമിന് നല്ല മാർക്ക് നേടാൻ അത് നിങ്ങളെ സഹായിക്കും. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.